ബെസ്റ്റിയുടെ വിശേഷങ്ങളുമായി ടീം ബെസ്റ്റി. ഈ സിനിമ ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താ? ഇനി അമ്പി ഇതുവരെ ഗോകുലിനെ വിട്ടിട്ടില്ല. ഇവര് ബെസ്റ്റ് അവിടെ പിടിച്ചു വെച്ചേക്കുക. ഞാൻ കുത്തിക്കാറുണ്ട്. ഇതെവിടെ ഓഫ് ചെയ്യണേ? ദശരഥത്തില് ഒരു സോഫയിൽ വന്നിരുന്ന് ആ കുട്ടിയെ കൊണ്ടുപോയതിന് ശേഷമുള്ള കരഞ്ഞ മുഖം കൊണ്ട് സോഫയിൽ മറയുന്ന ഒരു ഷോട്ടാണ് എടുത്തത്. ഞാൻ ആ ക്യാമറ വേണു സാറായിരുന്നു ക്യാമറ, സിബി സാറിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ ബാക്കിൽ ഞാൻ നിന്നത് മുഴുവൻ ഞാൻ കണ്ടു. എടുക്കുന്നത് ഭയങ്കര കൗതുകത്തോടെയാണ് ഞാൻ കണ്ടത്. കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടത് ഞാനാണ്. ഫസ്റ്റ് ഷോയിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനായിരിക്കും ആ ഷോട്ട് കണ്ട്. ദാറ്റ് ഈസ് ലാലേട്ടൻ. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് KV അബ്ദുൽ നാസർ, അക്ബർ ട്രാവൽസ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യുന്ന ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ താലോലിച്ച് കൊണ്ടുവരുന്ന, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻസിൽ ഏറ്റവും കൂടുതൽ താലോലിക്കുന്ന ഒരു പടമാണ് ഈ പടം ബെസ്റ്റി എന്ന് പറയുന്നത്. ആക്ഷൻ കഷ്ടപ്പെട്ട എല്ലാവരും ഞാൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നായിക സാക്ഷി അഗർവാൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്കാണെങ്കിലും ഷായനാണെങ്കിലും സാക്ഷിയാണ് എല്ലാവർക്കും ഇതുണ്ട്. 30 വർഷമായിട്ട് ബെസ്റ്റികളായിരുന്ന രണ്ടുപേര്, അസർജൻ സാറും ഷിബു ചക്രവർത്തി. അവര് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിട്ട് ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ പുള്ളിനെ 40 കൊല്ലമായിരുന്നു അവര് തമ്മിലുള്ള ഒരു നല്ല മെലഡീസ് ഉണ്ടായിട്ടുള്ള. വെള്ളമഞ്ഞിന്റെ തട്ടമിട്ടൊരു പെൺകിടാവ് പോൽ താഴ്വരാ. പ്രണയമുണ്ട്. ഞാൻ പ്രണയത്തിന്റെ കഥ മറ്റേ കത്തി കിട്ടിയ കഥ ഞാൻ എഴുതി എന്റെ കയ്യക്ഷരം നന്നായ കഥ പറഞ്ഞു. അതേ മഹാരാജ് എഴുതി 10ാം ക്ലാസ് തൊട്ട് എഴുതുമല്ലോ, അവരോട്ട് എഴുതി കയ്യക്ഷരം നന്നായി. ഞാൻ ഈ പറഞ്ഞ നുണയാണെന്ന് നിങ്ങൾ പറയല്ലേ? ബെസ്റ്റിയുടെ വിശേഷങ്ങളുമായി ടീം ബെസ്റ്റി. വെൽക്കം. നമസ്കാരം. ഈ മൂവിയുടെ ത്രെഡ് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ത്രെഡ് നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ അബ്ദുൽ നാസർ, ബൻസി പ്രൊഡക്ഷൻസ് ബോസ് തന്നെയാണ് ഇങ്ങനെ ഒരു ത്രെഡ്, കുറച്ച് പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ വേണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ എൻ്റെ ഒരു ഔട്ട്ലൈൻ. ഓക്കെ, ബെസ്റ്റികളെ കുറിച്ച് പറയുന്ന സിനിമയാണോ ഇത്? ബോസ് പറഞ്ഞൊരു സ്റ്റോറി ലൈനിന് വെച്ചിട്ട് നമ്മളൊരു ബെസ്റ്റിയുടെ വേറൊരു വെർഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരു ലെവലിലാണ്. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേറൊരർത്ഥത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നല്ല. എന്നാലും ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അകന്നു കഴിയുന്ന ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലേക്ക് വരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് സിനിമ. ഓക്കെ, നമുക്ക് ഈ മൂവിയിൽ കോമഡി ഒക്കെ പ്രതീക്ഷിക്കാവോ? കോമഡിയാണ് മൊത്തം സിനിമ. ഞങ്ങളും സിനിമ ഒക്കെ കോമഡിയാണ് കോമഡി മാത്രമേ ഞാൻ ഇന്റർവ്യൂ അല്ല കോമഡി അല്ല കോമഡി അല്ല, ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോ കോമഡി ആയി പോയിട്ടുണ്ടോ? അല്ല, നല്ല ആക്ഷന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു പടം തന്നെയാണ്. ഫീനിക്സ് പ്രഭു, മമ്മൂക്കയുടെ ടർബോ ചെയ്ത ഫീനിക്സ് പ്രഭു ആണ് ഈ പടത്തിന്റെ ഫൈറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല അങ്ങനെ ഫൈറ്റ് പരിപാടിയൊക്കെയുള്ള പടം തന്നെയാണ്. അല്ലാണ്ട് ഒരു നോർമൽ സാധാരണ ഒരു ന്യൂജൻ ബെസ്റ്റി പരിപാടിയല്ല. അതിൻ്റെ ഒപ്പം എല്ലാ പരിപാടിയുണ്ട്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഉണ്ട് അവിടെ. ഇപ്പൊ ബെസ്റ്റി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ആ ഒരു തെറ്റിദ്ധാരണ വരും, എന്തായിരിക്കും ഈ സിനിമയിലുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയല്ല. അല്ല അങ്ങനെയല്ല എന്നല്ല, അങ്ങനെയുണ്ട്. അതല്ലാന്നല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബെസ്റ്റിന്ന് ഇട്ട്. പക്ഷെ ഇതിലെല്ലാവരും പരസ്പരം ബെസ്റ്റികളാണ്. സുധീരേട്ടന് ഒരു ബെസ്റ്റ് ഉണ്ട്, ഭാസ്കറിന് ഒരു ബെസ്റ്റ് ഉണ്ട്, ഗോകുലേട്ടനുണ്ട്, അമ്പിക്കുണ്ട്. പക്ഷെ ഈ ബെസ്റ്റികൾക്കിടയിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് തന്നെയാണ് സിനിമ. സുധീരേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയോ? എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് സിദ്ദിഖോയക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി വളരെ സീരിയസ് ആണ്, പക്ഷെ ചെയ്യുന്നത് ചിലപ്പോൾ മണ്ടത്തനമായി പോവും എന്നുള്ള ഒരു ക്യാരക്ടറാണ്. രസകരമായ ക്യാരക്ടറാണ്. ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭാസ്കർ ചെയ്യുന്ന ക്യാരക്ടറായാലും ശരിയാണ്, ഗോകുലായാലും ഇദ്ദേഹം ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മളുടെ ഷഹീൻ ചെയ്യുന്നത്, ഒരുപാട് പേര് എല്ലാവരുടെയും വ്യത്യസ്തമായ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സുള്ളൊരു സിനിമയാണ്. എല്ലാം നല്ല വിധത്തിലാണ് യോജിക്കുന്നത്. ആണ് ഈ ബെസ്റ്റി എന്നുള്ള പേര് വന്നിരിക്കുന്നത് തന്നെ.
ബെസ്റ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാവുന്ന നല്ല സുഹൃത്തെന്നോ അല്ലെങ്കിൽ നല്ല കാമുകനെന്നോ കാമുകിയെന്നോ അതിൻ്റെ മുകളിലോ താഴെ എവിടെ വേണം നിർത്താവുന്ന ഒരു വാക്കാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ തന്നെ പ്രത്യേകത. അത്തരത്തിൽ ഉള്ള ഒരു ചേരുവകളുള്ള നല്ലൊരു സിനിമ, നല്ല 5 പാട്ടുകൾ, നല്ല ഫൈറ്റ്. ഇപ്പോൾ കോമഡി ഡയറക്ടർ അത് പറഞ്ഞതാണ്, കോമഡി രൂപേണയാണ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പല കാര്യങ്ങളും. വളരെ നല്ലൊരു പ്രമേയമാണ് ഇതിനകത്തൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് KV അബ്ദുൽ നാസർ, അക്ബർ ട്രാവൽസ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ താലോലിച്ച് കൊണ്ടുവരുന്ന, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻസിൽ ഏറ്റവും കൂടുതൽ താലോലിക്കുന്ന ഒരു പടമാണ് ഈ പടം ബെസ്റ്റി എന്ന് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പടം നമ്മൾ 24-ാം തീയതി, അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇന്നും ഒന്നിക്കുന്നത്. എല്ലാം മിക്കവാറും എപ്പോഴും ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വിജയാഘോഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ പ്രവർത്തനമാണിത്. ചേട്ടൻ സ്കൂൾ പ്രിൻസിപ്പാളായിരുന്നു, അതിനുശേഷമാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് അഭിനയത്തിലേക്ക് വരുമ്പം എതിർപ്പുകളോ നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് ബെസ്റ്റിയായിട്ട് ബന്ധമില്ല എങ്കിലും പറയാം. പ്രിൻസിപ്പളായതിനു ശേഷം അഭിനയിക്കാൻ വന്ന ഒരാളല്ല ഞാൻ കേരള യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പണ്ടേ അഭിനയിച്ച് അന്ന് കേരള ഏറ്റവും നല്ല നടൻ അവാർഡ് മേടിച്ച ആളാണ്. അതിനുശേഷം അഭിനയരംഗത്ത് ഇരിക്കുമ്പോഴാണ് പ്രിൻസിപ്പളായത്. 2004 പ്രിൻസിപ്പളായി. അതിന് VRS ഞാൻ 20 വർഷത്തോളം പ്രിൻസിപ്പളായിട്ട് 19 വർഷം കഴിഞ്ഞിട്ട് ഞാനത് VRS എടുക്കുകയും പ്രിൻസിപ്പൽ സ്ഥാനം ഇപ്പോഴാണ് ഈ അടുത്താണ് ഞാൻ വേണ്ടത് മാറി പൂർണ്ണമായി അഭിനയത്തേക്ക് വരുന്നത്. അഭിനയത്തിൽ ഇരിക്കുമ്പോഴായാലും ശരി തന്നെ പ്രിൻസിപ്പൽ ജോലി ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് തോന്നിയ സമയത്ത് വിടുകയാണ് ചെയ്തത്. ഗവൺമെൻറ്റിൽ നിന്നും അനുവാദത്തോടെ തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യത്തോടെ എനിക്ക് അഭിനയിക്കാനുള്ള പെർമിഷൻ ഗവൺമെൻറ് തന്നെ തന്നിട്ടുമുണ്ട്. റിയൽ ലൈഫിൽ ബെസ്റ്റ് ഉണ്ടോ? ഉണ്ട്. അതൊക്കെ ഉണ്ട്. എനിക്ക് തന്നില്ല മൈക്ക്. ആദ്യം മൈക്കോട് അല്ല, കുറച്ച് സമയം കൊണ്ടിരുന്ന ഓരോന്നും പറയുന്നു കേട്ടില്ല. ഉണ്ട്. ബെസ്റ്റ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അല്ല, ഇന്നലെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി സാറാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ആണോ? ഞങ്ങൾ ബെസ്റ്റുകളാണ്. ഓരോ ദിവസം ഓരോ ബെസ്റ്റിയാ. എന്റെ പ്രൊഡ്യൂസർ ബെസ്റ്റിയാണ്, ഗോകുൽ ബെസ്റ്റിയാണ്, അമ്പി ബെസ്റ്റിയാണ്, സുധീരേട്ടൻ ബെസ്റ്റിയാണ്, ഡയറക്ടർ ബെസ്റ്റിയാണ്. ഇതാണ് ആ ബെസ്റ്റിയുടെ കേൾക്കുന്നുണ്ടോ? ആ ബെസ്റ്റികളുടെ പരിപാടികളാണ് പരിപാടികളിൽ നിന്നാണ് ഞങ്ങളുടെ ഡയറക്ടർ എല്ലാം ക്യാമറമാനായാലും നമ്മൾ ജിജു ആണ് DOP ആണെങ്കിലും പറയുന്നത് പരിപാടി അഷ്കറെ നല്ലൊരു പരിപാടി കേട്ടോ. ഡയറക്ടർ വിളിച്ചിട്ട് അഷ്കറെ നല്ലൊരു പരിപാടിയാണ്, നീ ചെയ്തത് വേറെ സംഭവമാണ് പരിപാടി എന്നാണ് പറയുന്നത്. കാരണം അതുപോലത്തെ ഒരു വലിയ പരിപാടിയാണ് സിനിമ. അതാണ് ബെസ്റ്റി, ഞങ്ങളുടെ കൂട്ടായ്മ. അപ്പം എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങൾ തന്നെ ഇഷ്ടം പോലെ അല്ലേ. ബാക്കി കിട്ടണല്ലേ, എന്താ പറയണ്ടേ? കാരണം പറഞ്ഞു കുറേ ഇന്റർവ്യൂ കൊടുത്തിട്ടേ ബാക്കി എന്താ പറയണമെന്ന് അറിയത്തില്ല. ഇനി ഗോകു പറയും. അങ്ങനെയല്ലേ പേര്? ഗോകുലൻ ശരിക്കുള്ള പേര് അത് തന്നെയാണ്. സാധാരണ ഗോകുൽ എന്നല്ലേ കേൾക്കുന്നത്, ഗോകുലൻ ആദ്യമായിട്ട് കേൾക്കാം. അപ്പൊ ചേട്ടന്റെ കാഴ്ചപ്പാടിലെ ബെസ്റ്റി എന്നുള്ളൊരു വാക്ക് എന്താണ്? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ച. ഇപ്പൊ നമ്മൾ റീൽസിൽ കാണുന്ന പോലെ ആയിരിക്കും ചിലര് ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരിക്കും മീൻ ചെയ്യുന്നത്, റീൽസിൽ ചിലപ്പോൾ വേറെ ആയിരിക്കും വരുന്നത്. ചേട്ടന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ബെസ്റ്റി അതിനൊന്ന് ഡിഫൈൻ ചെയ്യാവോ? വളരെ ക്ലോസ് ആയിട്ടുള്ള എല്ലാം നമുക്ക് എന്തും തുറന്ന് പറയാവുന്ന ഒരു ഫിൽട്ടർ ഇല്ലാണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ എന്ന വാക്ക് തന്നെ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ് പറയുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അടുപ്പത്തെയാണ് ബെസ്റ്റ്. ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് എന്നൊരു വാക്ക്, ഒരു സെൻറ്റൻസ് ഉണ്ട്. അൺകൈൻഡസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ മാക്സ്. മോസ്റ്റ് എന്നും കൂടെ മുമ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വെസ്റ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വാക്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്നത്. സൗഹൃദത്തിൻ്റെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം, ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബെസ്റ്റ് എന്ന് പറയാം എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സേ ഇല്ല. എന്റെ ഡോഗ് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് ബെസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ. ഓക്കെ, അമ്പിയുടെ ഇതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ് ഈ മൂവിയിലേക്കുള്ള? പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ ചേട്ടൻ വിളിച്ചു, ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഡേറ്റ് ഉണ്ടോ ചോദിച്ചു, എത്ര ദിവസം ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞപ്പോ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങള് മതിയോ
ഇപ്പോഴും ക്യാരക്ടറിൽ തന്നെയാണോ? അങ്ങനല്ല അത് ഇല്ല നൈസ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു കാരണം വെച്ചാൽ സാധാരണ ഹോട്ടൽ പോലെ നമ്മളൊരു റിസോർട്ടിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്യും. ഞാൻ ഗോലിയേട്ടൻ്റെ റൂമിലായിരുന്നു, ഞങ്ങൾ വേറെ റൂമിലാണ് എൻജോയ് ചെയ്ത്. കാരണം ആ ഒരു റൂമേ ഉണ്ടായിരുന്നു, ഗോൾഡൻ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. റൂമിൽ തന്നെ ഞങ്ങൾ കിടപ്പ് ഉറക്കും. ഭയങ്കര രസമായിരുന്നു. ലൊക്കേഷൻസ് അത് പറയൂ. ലൊക്കേഷൻസ് ഇവിടെ ഒന്നുമല്ല, മുരുടേശ്വരിലായിരുന്നു ലൊക്കേഷൻ. മുരുടേശ്വരം, പിന്നെ ബോംബെ, കുളു മണാലി കേൾക്കുമ്പോഴേ ദേഷ്യം. ദേശീയ മണാലിയിൽ നിങ്ങൾ എല്ലാരും ഉണ്ടായോ? ലിമിറ്റഡ് ക്രൂ ആയിരുന്നു. കുളു മണാലി ഈ മനുഷ്യൻ ഈ പക്ഷെ അത് മനുഷ്യൻ എന്നെ ആ സോങ് കൊണ്ടുപോയില്ല. ഷൂട്ട് ചെയ്ത് -30 -70 0 ഇട്ടോടാ. അത് ഒത്തിരി കൂടുതലായി പോകും. അതിലേക്കാണ് ഷൂട്ട് ചെയ്തത്. കുറേ ലൊക്കേഷൻസ് ഉണ്ട്, കുറേ ഷെഡ്യൂളായിട്ടാണ് തീർച്ചയായും. കാരണം കുറേ ലൊക്കേഷൻസ്, സോങ്ങുകൾ, പിന്നെ നമ്മൾ കേട്ട് മറന്ന കുറേ മാപ്പിളപ്പാട്ടുകളുണ്ട് ഈ പടത്തിൽ. ഒരു മലബാറിൻ്റെ ഒരു ഫുഡ് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഒരു പാട്ടുണ്ട്. അത് പാടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്ത്, ഈ പടത്തിലെ നായിക ത്രോട്ട്, സെക്കൻഡ് ഹീറോയിൻ, ത്രോട്ടിന് ചെറിയ പെയിൻ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് റെസ്റ്റിലായി. ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ. നമ്മൾ മിസ് ചെയ്യുന്നു അല്ലേ ഓലേട്ടാ? ഒത്തിരി പാട്ട്. ഇൻസ്റ്റാഗ്രാമിലെ കളരി പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായി. ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോഴും. പഠിക്കുന്നുണ്ട്. ഇപ്പം മധ്യ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് തെക്കൻ വടക്കൻ ഇത് മദ്യം അടിച്ചിട്ട് മധ്യ കേരള, അതൊരു ഗൊറില്ല സ്റ്റാൻഡ് പൊസിഷനുള്ള കളരി മാർഷൽ ആർട്സ് ആണ്. അതിവിടെ കൊച്ചിയിൽ ഞാൻ പഠിക്കുന്നുണ്ട്. ലുബൈന കളരി എന്നാണ്. അത് 68 വർഷം പഴക്കമുണ്ട് ഇവിടെ കൊച്ചിയിൽ. ഭയങ്കര റിലീജിയൻ ഒന്നും അല്ലാതെ എല്ലാവർക്കും വന്ന് പഠിക്കാൻ പറ്റുന്ന ഭയങ്കര പ്രൊഫഷണലി ഉള്ള ഒരു കളരിയാണ്. ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്. വെറുതെ പറഞ്ഞു ഞങ്ങളും കേക്കട്ടാ. നിങ്ങൾ രണ്ടു മാത്രം പിന്നെ രഹസ്യം പറയാം. ഇനി കുറച്ചുകൂടെ കസര നീക്കിയിട്ട് പക്ഷെ മൈക്കിൽ കൂടെയാണ് പറയണത്. നിങ്ങൾക്ക് കേൾക്കാത്തണ്ടാ. എന്നിട്ടെങ്കിലും ഈ ഇന്റർവ്യൂ ഒന്ന് കാണാ. അമ്പി എന്താ പറഞ്ഞതിന് വേണ്ടി കളരി പഠിക്കുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് വടക്കൻ തെക്കൻ ട്രിവാൻഡ്രത്ത് അത് കേക്കല്ല. ഇനി ഇങ്ങനെ കൂടെ ട്രോൾ ചെയ്തിട്ടാണ് ഇനി വിളിക്കുന്നവരും കൂടെ വിളിക്കാതിരിക്കുക. ഈ സിനിമ ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്താ? ഈ സിനിമയിൽ നിന്നും പഠിച്ച ഒരു കാര്യം? ഇനി ഡയറക്ടർ വഴക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഒറ്റ കേസുള്ളൂ, ഡയറക്ടർ ആഗ്രഹിക്കുന്ന ഒരു ആക്ഷൻ പറയും, കാട്ട് കാട്ട്. എത്ര ടേക്ക് ഓവർ പോയിട്ടുണ്ട്? അങ്ങനൊന്നും ഇല്ല, ഡയറക്ടർ അതിന് ടേക്കൊന്നുമില്ല. പക്ഷെ ഭയങ്കര സന്തോഷം. ഞാനും ഗോകുലേട്ടനും ചെല്ലായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഒരു ഒറ്റ സീനിലല്ലേ കോമ്പിനേഷൻ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയലോഗ് പറഞ്ഞിട്ട് പറയും, എടാ ഇനി നിങ്ങളങ്ങ് പറഞ്ഞു. പക്ഷെ ഒരു ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു ഡയറക്ടർ നമുക്ക് തരുന്ന ആക്ടർ അല്ല ഏട്ടാ, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന, നമ്മള് ആ കഥയുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള. അപ്പൊ ഇതിന് എന്തെങ്കിലും മോട്ടിവേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായോ? ഇനി അടുത്ത മൂവിയിൽ പോകുമ്പോൾ ഇതെനിക്ക് യൂസ്ഫുൾ ആയിരിക്കും, അങ്ങനെ ഒരു തോട്ട് എന്തെങ്കിലും? ഇല്ല, ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതിയിലാണ്. ലൈക്ക് ഒരു ആക്ടർ ഒരു ക്ലേ പോലെയാണ്. നമ്മൾ വിശ്വസിക്കേണ്ട ഡയറക്ടറിനെയാണ്. പോയി സറണ്ടർ ആകുക എന്നുള്ളതാണ്. നമ്മളെ ആവശ്യമുള്ളത് അവരെടുപ്പിക്കും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആ ചേട്ടൻ ഇങ്ങനെ നോക്ക, ഇവൻ എന്താ ഈ പറയുന്നേന്നൊക്കെ. പറഞ്ഞങ്ങ് ചെല്ലിയാണ് ഇടയ്ക്കാ കൊച്ചു ചോദ്യം ചോദിക്കണ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ അതൊക്കെയാണ്. ആ കൊച്ചു ഇടയ്ക്ക് ബ്രേക്ക് ഇടാനും കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോയി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുഴുവൻ ഇല്ല, ഞാൻ എടുക്കാനും താല്പര്യമില്ല. ആ കൊച്ചാണ് എനിക്ക് വേണ്ട. ആ കൊച്ചാണ് അമ്പിയോട് മാത്രം എന്ത് ലെസണ പഠിച്ചത്.
ഞാൻ നീ ഇവിടെ നിന്ന് ഞാൻ ഒരു- കുറച്ചേരം ഞാൻ ഇരിക്കട്ടെ ഇനി കുറച്ചേരം ഞാൻ ഇരിക്കട്ടെ അവിടെ. ഇനി ഈ പരിപാടി ഇനി അടുത്ത വിളിച്ചോ. സുധീർ ഏട്ടന്റെ ഫേവറേറ്റ് വില്ലൻ കഥാപാത്രം. എന്റെയോ ആ അത് പറഞ്ഞു അയ്യോ ഫേവറേറ്റ് വില്ലൻ കഥ ഞാൻ ചെയ്തതാണോ ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാം ഫേവറേറ്റ് ആണല്ലോ അല്ലേ? നമ്മള് ചില വില്ലനായിട്ട് അങ്ങനെ ചേട്ടന്റെ ഒരു ഫേവറേറ്റ് കഥാപാത്രം. വേഗം പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവില് ഞാൻ പറയും. അത് വലിയ അത് പാടുള്ള കമ്പി കയറി പറയും. വേഗം ചേട്ടൻ പറഞ്ഞു. ചേട്ടന്റെ അവസരം നമുക്ക് ജനങ്ങളിൽ നിന്നും നല്ല അഭിപ്രായം കിട്ടുന്നതെല്ലാം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഉറുമ്പുകൾ ഇറങ്ങാറുണ്ട്, മൊയ്തീനുണ്ട്, നിർണായകമുണ്ട്, പുലിമുരുകനുണ്ട്, അതിലെ ക്യാരക്ടർ സപ്തമശ്രീയുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചേട്ടന്റെ പലതും. സപ്തമശ്രീയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. സപ്തമശ്രീ ഒരു കിളിപോയ ഒരു കരിങ്കുന്നം സോങ് പാടിയത് അങ്ങനെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ചോദ്യമാണ്. ഞാനല്ല പറയേണ്ട പ്രേക്ഷകരെ. അപ്പൊ ചേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇനി ചെയ്യണം എന്ന ആഗ്രഹമുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? എന്ത് ഇതുവരെ ചെയ്യാത്ത എന്ത് കിട്ടിയാലും കിട്ടിയാലും ചെയ്യും. എനിക്ക് അതൊരു നമ്മളെ വലിയ തിരിച്ചു ഇഷ്ടമാണ്. കടിക്കാത്ത എന്ത് അതെ, എന്തും അപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ ചെയ്യാൻ? ചാലഞ്ചിങ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ ഇപ്പൊ തന്നെ ഓംകാര എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തു. അത് കാസർഗോഡൻ ഭാഷയാണ്. മാവുലൻ ഭാഷയിലുള്ളതാണ്. അത് ഡയലോഗ് ഞാൻ തന്നെ പഠിച്ച് ഡബ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഉറുമ്പുകൾ ഇറങ്ങാറുണ്ട്, നാഥനെ, വേദനെ, കാലനെ, കൈന്ദവനെ, വേലപറി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പദങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അതിനകത്ത്. അത് പഠിക്കാൻ ഈ പടത്തിൽ പോലും സ്ലാങ്, ഒരു ചെറിയ സ്ലാങ് യൂസ് ചെയ്യാനായിട്ട് ഷാനു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എത്ര തവണ ചിലപ്പോൾ റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഓർമ്മയില്ലേ? അപ്പോൾ ചില ആ സ്ലാങ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം നല്ല ഒരു ചലഞ്ചായിട്ട് തന്നെ തോന്നും. അതൊക്കെ ഒരു രസമാണ്. ചലഞ്ചായിട്ടല്ല എനിക്ക് തോന്നുന്നത്, താല്പര്യത്തോടെ ചെയ്യാനുള്ള കൊതിയാണ്. അതായത് അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആ ഒരു സമയമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ശരിക്കും എൻജോയ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഞാനതൊരു സ്ട്രെയിൻ ആയിട്ട് ഞാൻ നേരെ കണ്ടിട്ടില്ല. ഓക്കെ. പുലിമുരുകനിലെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ലാലേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ സിനിമയ്ക്ക് അകത്തും പുറത്തും? ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ദേ ആർ ലെജൻഡ്സ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ അവരെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനേക്കാളേറെ ഒരുപാട് പഠിക്കാനുള്ള ആണ് ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത്. കണ്ടു പഠിക്കണം. ഞാൻ പണ്ടേ ഇൻഡസ്ട്രിയിലെ ലൊക്കേഷനിൽ ഒക്കെ പോകുന്ന ആളാണ്. ഞാൻ ലാലേട്ടനെ ആദ്യം ഞാൻ ലൊക്കേഷനിൽ കാണുന്നത് ദശരഥം ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ ആദ്യം ലാലേട്ടനെ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഫസ്റ്റ് കാണുമ്പോൾ? ഐ മീൻ അഭിനയിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു മൊമെന്റ്? അത് കേട്ടാൽ ചിരിച്ചു പോകുന്നതാണ്. എൻ്റെ ഒരു ദശരഥത്തിൽ ഒരു സോഫയിൽ വന്നിരുന്ന് ആ കുട്ടിയെ കൊണ്ടുപോയതിന് ശേഷമുള്ള കരഞ്ഞ മുഖം കൊണ്ടും സോഫയിൽ മറയുന്ന ഒരു ഷോട്ടാണ് എടുത്തത്. ഞാൻ ആ ക്യാമറ വേണു സാറായിരുന്നു ക്യാമറ, സിബി സാറ് ഡയറക്ഷൻ. അതിൻ്റെ ബാക്കിൽ ഞാൻ നിന്ന് ഇത് മുഴുവൻ ഞാൻ കണ്ടു. എടുക്കുന്നത് ഭയങ്കര കൗതുകത്തോടെയാണ് ഞാൻ കണ്ടത്. കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അതാണ് അതൊരു യാഥാർത്ഥ്യം. ഒന്നും തോന്നിയില്ല. എടുത്തു ശരി, ഇതാണ് ഇത്ര വലുതെന്ന്. പക്ഷേ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടത് ഞാനാണ്. ഫസ്റ്റ് ഷോയിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനായിരിക്കും ആ ഷോട്ട് കണ്ടിട്ട്. ദാറ്റ് ഈസ് ലാലേട്ടൻ. അതാണ് മാജിക്. അതാണ് മാജിക്. നമ്മൾ ക്യാമറയിൽ, ഞാൻ വെളിയിൽ ക്യാമറയുടെ ബാക്കിൽ നിന്ന് കണ്ട ആളാണ്. അത് ഊട്ടിയിലായിരുന്നു ഷൂട്ട്. അന്ന് അച്ഛനോട് ഞാൻ പോയതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതില്ല. പക്ഷെ ആദ്യം സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞവനാ. അപ്പം അതൊക്കെ ഒരു മാജിക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. അത് മമ്മൂക്കയുടെയും ശബ്ദം ഇടറിയാൽ പോലും നമ്മുടെ പ്രേക്ഷകരെ മനസ്സിൽ നിന്ന് അകത്തു നിന്ന് നമ്മൾ നൊമ്പരം വരും. അങ്ങനെ അഭിനയിക്കാനൊക്കെ കഴിയുന്നത് ഭയങ്കരമാണ്. അത് ശബ്ദം ഇടറുന്നത് മാത്രമല്ല, മോഡുലേഷൻസ് പല കാര്യത്തിലും ക്യാരക്ടറിലേക്ക് മാറുന്നത്. നമ്മൾ ആക്ടിങ്ങിനെ കുറിച്ച് സാധാരണ പറയുന്ന രണ്ട് രീതി വെച്ചാൽ, ഒന്നീ കഥാപാത്രം നമ്മളിലേക്ക് വരിക, ഇല്ലെങ്കിൽ കഥാപാത്രത്തിലേക്ക് നമ്മൾ ചെല്ലുക എന്നൊരു രീതിയാണ്. മമ്മൂക്കയുടെ അഭിനയ രീതിയിൽ ഞാൻ എപ്പോഴും കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോവുക. ഏത് കഥാപാത്രമാണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്കടെ ഏത് സിനിമ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. കഥാപാത്രത്തിലേക്ക് പോകാനുള്ളൊരു പ്രത്യേക കഴിവ് മമ്മൂക്കയ്ക്കുണ്ട്. ഒരു ലെജൻസ്. ഇത് മാത്രം അഭിനയത്തെ കുറിച്ച് മാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് കേട്ടോ. നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ സീനിയേഴ്സ്
പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ കാര്യം നമുക്കടെ ലാലേട്ടൻ്റെ കഥ അത് സത്യമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. നമുക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മമ്മൂക്ക പറഞ്ഞു ഇവിടെ അഭിനയിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യങ്ങളാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ പറയാത്ത ഏതെങ്കിലും ബെസ്റ്റിയെ കുറിച്ച് പറയാനുണ്ടോ? ഇന്നലെ പറയാത്ത എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി. മറന്നുപോയി. ഇന്റർവ്യൂ കൊടുത്തത് എല്ലാം മറന്നുപോയി. ഏതാണ് പറയുന്നത് ചോദിച്ചു. ആ മരിക്കാൻ തരത്തിലല്ലോ നിങ്ങൾ സെറ്റല്ലേ, ഒരു ബെസ്റ്റിയായി. ഈ കളിക്ക് ഞാനില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ചോദിച്ചോളൂ. ഇന്നലെ പറയാത്ത ഏതെങ്കിലും ബെസ്റ്റിയെ കുറിച്ച് കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പ്രണയമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ പ്രണയത്തിന്റെ കഥ, മറ്റേ കത്ത് കിട്ടിയ കഥ, ഞാൻ എഴുതി എന്റെ കയ്യക്ഷരം നന്നായ കഥ പറഞ്ഞു. കാരണം ഞാൻ മഹാരാജ് എഴുതി 10ാം ക്ലാസ് തൊട്ട് എഴുതുക, ലവ് ലെറ്റർ എഴുതി കയ്യക്ഷരം നന്നായി. ഞാൻ ഈ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾ പറയാല്ലേ? അതല്ല ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇവര് ട്രോളല്ലേ, ബെസ്റ്റീസ് അല്ലേ നമ്മള്, അതാണ് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇത്രയും ഞാൻ എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് ട്രോളി, ഞാൻ എന്നെ തന്നെ എത്ര പെണ്ണുങ്ങൾ എനിക്ക് ലവ് തരും, അപ്പൊ ഇത്ര ഉണ്ടാകത്തില്ലേ? അപ്പൊ അവർക്കൊക്കെ എന്ത് മറുപടിയാ കൊടുക്കുന്നത്? വേണ്ട ഒരിഞ്ഞ ലെറ്റർ ഞാൻ എഴുതി കൊടുത്തല്ലേ തിരിച്ചു കിട്ടുന്നത്. എഴുത്ത ലാസ്റ്റ് ഫാദർ പൊക്കിയില്ലേ, പൊക്കിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ പഠിത്തം അല്ലാണ്ട് പഠിച്ചിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളായിരുന്നു. എഴുതി പ്രണയം എഴുതി കൈരക്ഷരം നന്നായി. ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചു. ലാസ്റ്റ് മഹാരാഷ്ട്ര വെച്ചിട്ട് ചക്കരെ നിങ്ങളൊന്ന് മൈൻഡ് ഒന്ന് പറഞ്ഞോട്ടെ, എന്തെങ്കിലും പറയട്ടെ ബെസ്റ്റിയെ പറ്റി. ഞാൻ കേട്ടാലും ഒന്നൂറ് പ്രാവശ്യം നമ്മുടെ ഔസേപ്പൻ സാർ ഈ പടം കണ്ടാണ്, പിന്നെ എനിക്കൊന്ന് 2 പ്രാവശ്യം കേട്ടത്. ഞാൻ എഴുതി ലാസ്റ്റ് ലവ് ലെറ്റർ കൊടുത്തിട്ട് ഒരു പെൺകുട്ടി ലവ് ലെറ്റർ കൊടുത്തേ, മഹാരാജ് സ്കൂളിൽ പഠിച്ചപ്പോ. അപ്പൊ അവള് പറയും ഇതുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വന്നതല്ലേ, നിങ്ങളുടെ കൈശ്വരല്ലേ. അത്രത്തോളം സുന്ദരമായിരുന്നു എന്റെ കൈശ്വരം. കാരണം എന്തുകൊണ്ട് എഴുതി വാട്സപ്പിലല്ലേ പരിപാടി, അതെന്താ ഇപ്പൊ വാട്സപ്പിലല്ലേ പരിപാടി. ഡയലോഗ് ഒന്ന് മാറ്റി എഴുതി വായിപ്പിക്കാൻ ഞാൻ ഡോക്ടറെ അപ്പൊ എന്റെ കാമുകിമാരെ കാണുന്നുണ്ടാവും. കാമുകിമാര് കാണുന്ന കാമുകിമാരൊക്കെ ബെസ്റ്റ് കാണട്ടെ. അല്ല ഇതിൽ കൂടുതൽ എനിക്ക് ബെസ്റ്റിയെ പറ്റി പോഴത്താനില്ല. നിങ്ങൾ വായിക്കണ്ട ഭാഗ്യവൻ. ഇനി ഗോകുലയുടെ പ്രണയത്തെ പറ്റി പറയാം. കാരണം പേടിയാ പറയാൻ, ഭയപ്പെടുത്തിട്ട് ഇടിക്കുവേ. നിങ്ങൾ ആ പ്രണയം പറഞ്ഞ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും തിരിച്ച് പ്രണയിച്ചിട്ടില്ല. പ്രണയം എന്നെ തിരിച്ച് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആരും പ്രണയനോട് പറഞ്ഞിട്ടില്ല ആരും. അപ്പൊ എനിക്കൊരു നല്ലൊരു ഭയങ്കര ടെറർ മാൻ ആയിരുന്നു, പറയാൻ പേടിക്കുന്നേ. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ കണ്ടതിനെ കുറച്ച് ടെറർ ആയിട്ട് ഇൻട്രോവേർട്ട് അല്ലേ നിങ്ങൾ രണ്ടുപേരും? ആയിരുന്നു once. അവിടെ കയറി പിടിച്ചു, ഇവിടെന്നും അങ്ങനെ ആരും എന്നോടാരും കൂട്ടുസമ്മേളനമാണ് പരിപാടി. നിങ്ങൾ ഹരികൃഷ്ണൻ കളിക്കാൻ രണ്ടുപേരും കൂടെ. ഞാൻ അധികം ആരോടൊന്നും മിണ്ടാത്തൊരു പ്രകൃതമായിരുന്നു. പഠിക്കുന്ന കാലത്ത് പഠിക്കാനും ഭയങ്കര മോശമായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ എംഫിൽ അഭിനയത്തിൽ എങ്ങനെയാ എത്തുന്നത്? അഭിനയത്തിലോട്ട് എംഫിൽ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ നാടകം കളിക്കുമായിരുന്നു. ഡിഗ്രി പഠിക്കുമ്പോഴും PG പഠിക്കുമ്പോഴൊക്കെ ഞാൻ നാടകം, കോളേജ് നാടകങ്ങൾ, പുറത്ത് നാടകങ്ങൾ കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നാടകം കളിച്ചിട്ടാണ് അഭിനയം ഇഷ്ടമായത്. പിന്നെ ആ വഴിക്ക് ഇങ്ങനെ ചെറുതായിട്ട് സിനിമയൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ ട്രൈ ചെയ്ത് ഇന്നിവിടെ അഷ്കർ സൗദാറിന്റെ സിനിമയിലെ ഒരു ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിപ്പോ ഇരിക്കുന്നു. രണ്ടാമത്തെ സിനിമയാണ് ഞാൻ അഷ്കർ രണ്ടാമത്തെ സിനിമ. ഞങ്ങളുടെ ഫസ്റ്റ് ഫിലിം കേസ് ഡയറി എന്ന് പറയുന്നത് അത് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ തന്നെയായിരുന്നു. ചേട്ടന്റെ ഈ ഫിലിമിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ നേരത്തെ ചെയ്തിട്ടുള്ള മൂവീസ് വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻസോ എക്സ്പീരിയൻസ്? അല്ലാതെ എനിക്ക് പറയാനുള്ളത് ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ സിനിമയും ഓരോ ലെസൺ ആണ്. അപ്പൊ മുന്നേ ചെയ്ത സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത്. വേറെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. ഈ പടത്തിന് ശേഷം ചെയ്ത സിനിമയിൽ നിന്ന് വേറെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. അപ്പൊ ഓരോ സിനിമയും ഓരോ സംവിധായകരും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നിന്ന് കിട്ടുന്നത് ഓരോ ലെസൺ ആണ്. നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്ഷിപ്പ്
ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും. ഓക്കെ, നിങ്ങളെല്ലാം ഈ മൂവിയിൽ വന്നതിന് ശേഷമാണ് ഇവർക്കാണ് കൂടുതൽ കോമ്പിനേഷൻ അടുപ്പിച്ചു അതാ ചോദിച്ചാൽ ആ ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായി? ഞാൻ ഈ സിനിമയിലാണ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് അമ്പീനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നില്ല, നേരിട്ട് കാണുന്നത്. അമ്പി ഇതുവരെ ഗോകുലിനെ വിട്ടിട്ടില്ല. ഇവര് ബെസ്റ്റ് അവിടെ വെച്ച് പിടിച്ചു വെച്ചേക്കുക. അതിനിടെ ഞാൻ കുത്തി കയറുന്നുണ്ട്. ഇതെവിടെ ഓഫ് ചെയ്യണേ? വന്ന ആദ്യ ദിവസം തന്നെ കണ്ട് പരിചയപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ജെല്ലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഈസി ആയിരുന്നു. അതിനൊക്കെ ഈസി ആയിരുന്നു. ഡയറക്ടർക്കും അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു അതുകൊണ്ട് ഡയറക്ടർ അടുത്ത പടത്തില് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങള്? അല്ല, അതടുത്ത് പലരും വിളിച്ചില്ലേ? നിങ്ങളൊന്നും വിളിച്ചില്ലേ? പറഞ്ഞല്ലോ. എന്നോട് ക്യാരക്ടർ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല, കാരണം എന്നെ കൊണ്ട് മടുത്തേ. നീ എന്നെ വെച്ചാ പടം ജയിക്കത്തില്ലെന്നാണ് ഡയറക്ടർ പറഞ്ഞേക്കണത്. കാരണം ഒരുപാട് സപ്പോർട്ടീവ് ഡയറക്ടറാണ്. കാരണം ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. കാരണം എനിക്ക് പല തലങ്ങളിൽ ഞാൻ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം നീ ഇങ്ങനെ ചെയ്തേ പറ്റും, ഈ ഔട്ട് വരണം. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒരു ധാരണയുണ്ട്. ഇത് വേണം, ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. അദ്ദേഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്നുള്ളതല്ല. അദ്ദേഹത്തിന് സാധനവും തരും. അതിന് നമ്മളെ കൊണ്ട് ഔട്ട് അദ്ദേഹം മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റിൽ ഉണ്ട് സംഭവം. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, എന്നെ കൂടെ അതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ് രചയിതാവും. സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ്. കാരണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്തെടുത്താണ്. കാരണം പ്രൊഡ്യൂസർ ഒക്കെ പറഞ്ഞു, അദ്ദേഹത്തോട് ഒക്കെ പറഞ്ഞു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ചെയ്ത സിനിമയാണ്. ഇപ്പോഴും ഉറക്കമില്ലാതെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ സ്കൂൾ കുട്ടികളെ പോലെ ഈ പടത്തിന്റെ പുറകെയാണ്. ഞങ്ങളുടെ ബെൻസി പ്രൊഡക്ഷൻ്റെ വണ്ടിയുണ്ട്. അതിലിങ്ങനെ സ്കൂൾ കുട്ടികളെ പോലെ ബാഗ് നോക്കി ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയി പ്രൊമോഷൻ ചെയ്ത് ഈ പടം എങ്ങനെയെങ്കിലും ഒന്നല്ല, ഈ പടം നന്നായിട്ട് വരണമെന്നും ആഗ്രഹിച്ച് ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്ന ഒരാൾക്കാരാണ്. അതല്ല, ഒറ്റ ഷെഡ്യൂളിലല്ല, 3-4 ഷെഡ്യൂളായിട്ടാണ്. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രത്തോളം മെറ്റിക്കുലസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ്. സുധീറായിട്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നല്ലേ? എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. കാരണം അമ്പിയായിട്ട് എനിക്ക് ഇത് വന്നിട്ടില്ല. ഓങ്കാര നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രാക്ടീസൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അതിന്. പക്ഷെ നമ്മൾ ബാക്കിയെല്ലാവരും ഭയങ്കര ഇതായിട്ട് തന്നെയായിരുന്നു. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഡയറക്ടർ നമ്മളെ പൊന്നാനിയിൽ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ എന്നുള്ളൊരു. മണാലിയിലും കുളു മണാലിയില്, ബോംബെയില്, മറ്റു മുരുടേശ്വരം, വേറെ വായിൽ വരാത്ത പല സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഇവര് കുറച്ചുപേരായിട്ട് കൊണ്ടുപോയില്ല. ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടില്ലേ? അല്ല, ഇന്നലെ അത്രയും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ കുട്ടി സിനിമ കണ്ടിട്ടുണ്ടാ? കണ്ടതിന് ശേഷം നന്നായിട്ടില്ലേ? ആക്ഷൻ കഷ്ടപ്പെട്ട് എല്ലാവരും ഞാൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നായിക സാക്ഷി അഗർവാൾ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഷൂട്ടായിരുന്നു. ഞങ്ങൾ ഫൈറ്റ് കുറേ ദിവസം ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്നല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സംഭവങ്ങളെല്ലാം ചെയ്തത്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്കാണെങ്കിലും ഷായനാണെങ്കിലും സാക്ഷിയാണെങ്കിലും എല്ലാവർക്കും ഇതുണ്ട്. നിങ്ങൾ ഇതിപ്പോ ഞാൻ അമ്പിയായി മാറുന്നു, മൈക്ക് കിട്ടിയ പ്രശ്നം. അമ്പി സ്റ്റേജിൽ നിങ്ങൾ ചാനലുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ചൊന്ന് സാറ് പറയോ? പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിറ്റായിട്ടുള്ളൊരു എല്ലാ പാട്ടും അത്യാവശ്യം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പാട്ടിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് 40 വർഷമായിട്ട് ബെസ്റ്റികളായിരുന്ന 2 പേര്, ഔസേപ്പച്ചൻ സാറും ഷിബു ചക്രവർത്തി. അവർ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിട്ടൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിനെ പറഞ്ഞാൽ 40 കൊല്ലമായിരുന്നു അവർ തമ്മിലുള്ള ഒരു നല്ല മെലഡി ഉണ്ടായിട്ടുണ്ട്. മില്യനൊക്കെ കയറി കഴിഞ്ഞ് അതിൻ്റെ മേലെ പോയി. പിന്നെ ഒരു വെഡ്ഡിങ് സോങ്, പിന്നെ അതേപോലെ ഒരു ക്ലബ് സോങ് ഉണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഒരു പത്തിരിപ്പാട്ടുണ്ട് നേരത്തെ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് ജാവേദ് അലി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിംഗർ ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് ആ ഹിന്ദി സോങ്. കാരണം മലയാളത്തിൽ 2ാമത്തെ എങ്ങാണ്ട് പുള്ളി ലാലേട്ടൻ്റെ പടത്തിൽ അത് പാടിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു. നമ്മൾ പുള്ളിയാണ് ഒരു പാട്ട് പാടുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ പണ്ടത്തെ ഹിറ്റായ കുറേ ലാവുദിക്കണ നേരമായി ഇങ്ങനെ പറഞ്ഞ ഒരു റീൽസിനെ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനു വേണ്ടി റീൽസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കുറേ നല്ല പാട്ടുകൾ. ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് പ്രൊഡ്യൂസർക്ക്. അതെ അതെ. അപ്പൊ ആ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോ ഞാൻ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴായാലും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. ഇതുവരെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല.
അതൊക്കെ ഒരു സന്തോഷം. സിനിമ വൻ വിജയത്തിലോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വരുന്ന ജാനുവരി 24-ാം തീയതി നല്ല സിനിമകളെ എപ്പോഴും കൈനീട്ടി സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകർ തീർച്ചയായും തിയേറ്ററിലെത്തി ബെസ്റ്റി എന്ന ബെൻസി പ്രൊഡക്ഷൻ്റെ ശ്രീ ഷാനു സംവിധാനം ചെയ്ത സിനിമ കണ്ട അഭിപ്രായം പറയണം. അസ്കറും ഷഹീനുമാണ് അതിനകത്ത് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഞാനും ഷെയ്നും മാത്രമല്ല, ഇതിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. ബെസ്റ്റി. അതാണ് ബെസ്റ്റി സാർ. കാരണം എല്ലാവരും തുല്യ പ്രാധാന്യമാണ്. എല്ലാ ഫ്രണ്ട്സുകളാണ് അല്ലെ. ഞാൻ നായകനെന്നോ ഷെയ്ൻ നായകനെന്നോ ഷെയ്ൻ വില്ലെന്നോ ഞാൻ നായകൻ, എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള അത് ഡയറക്ടറുടെ കഴിവാണ്. അദ്ദേഹം കറക്റ്റായിട്ട് എല്ലാവരും പ്ലേസ് ചെയ്യേണ്ട അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ പ്രൊഡക്ഷനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുതന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ബെസ്റ്റീസാണ്. സാദിഖൊക്കെ ഉണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, അബു ഒക്കെ ഉണ്ട്, അബു സലീമൊക്കെ ഉണ്ട്, ജാഫർ ജാഫറുണ്ട്, ഒരുപാട്. സുധീരേട്ടൻ ചെയ്യാത്തൊരു തലങ്ങളിൽ, അതാണ് ഡയറക്ടറെ കുറച്ച് പരിപാടികളുണ്ട്. അതാണ് ബെസ്റ്റി. നമ്മൾ ഏത് തലത്തിൽ എത്താത്ത രീതിയിൽ നമ്മൾ വേറെ തലത്തിൽ എത്തിക്കുന്ന അദ്ദേഹം അങ്ങനെ ചെയ്തു ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി. ഇപ്പം എല്ലാവരും പറയും ഞാൻ അദ്ദേഹത്തെ പൊഴുത്തി പറഞ്ഞിട്ട് അടുത്ത പടം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. എന്തായാലും അടുത്ത പടം അദ്ദേഹം എന്നെ വെച്ച് ചെയ്യും, അത് വേറെ കാര്യം. ബെസ്റ്റി അല്ലേ, ആ ബെസ്റ്റ് എല്ലാരും കാണുക. 24 തീയതി അല്ലേ ചക്കര? ചക്കര ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കണേ. നിങ്ങൾക്കൊരു ചാർജ് ഉണ്ട്, ഞങ്ങൾക്കൊരു ചാർജ് ഉണ്ട്. എനിക്ക് ചാർജ് ഇല്ലാതെ തന്നെ ഇത്ര ചാർജ് ഞാൻ ചാർജ് ആയി ഡബിൾ ചാർജ് ആവും. അപ്പൊ എല്ലാരും ബെസ്റ്റ് കാണുക. 24 തീയതി റിലീസാണ് അല്ലേ? ഓക്കെ. താങ്ക് യു. താങ്ക് യു.